ബംഗ്ലാദേശിൽ നിന്നും നമുക്കെന്താണ് പഠിക്കാനുള്ളത് എന്നത് വളരെ പ്രധാനമാണ്. സിവിൽ സമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തെ വിമർശകരിൽ നിന്നുമുള്ള ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്തിയാൽ മാത്രമേ തങ്ങളുടെ നാട്ടിൽ അഭൂതപൂർവമായ സമൃദ്ധിയും സമാധാനവും കൊണ്ടുവരാൻ കഴിയൂ എന്ന് കരുതുന്നത് ഓരോ സ്വേച്ഛാധിപതിയുടെയും ചരിത്രപരമായ അഹങ്കാരമാണ്. ഈ ഭ്രമാത്മക കെണിയിൽ വീഴുന്ന ആദ്യത്തെ ഭരണാധികാരിയല്ല ഷെയ്ഖ് ഹസീന, അവസാനത്തെ ഭരണാധികാരിയുമല്ല എന്നതാണ് ബംഗ്ലാദേശ് നൽകുന്ന പരമപ്രധാനമായ പാഠം. ഒരുപക്ഷെ അതൊരു യാദൃശ്ചികം മാത്രമായിരിക്കാം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതയാകുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി 2029 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഴിവാക്കാനാകാത്ത വാഴ്ചയെക്കുറിച്ച് പ്രസ്താവന നടത്തുകയായിരുന്നു. അമിത്ഷാ ചണ്ഡീഗഡിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞത് പ്രതിപക്ഷത്തിന് എത്ര വേണമെങ്കിലും ബഹളമുണ്ടാക്കാൻ ശ്രമിക്കാം,